കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം ഉടൻ അറ്റകുറ്റപ്പണി നടത്തി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖലി ആവശ്യപ്പെട്ടു. 2001 കടപ്പുറം ഗ്രാമപഞ്ചായത്തും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി നിർമ്മിച്ച മത്സ്യഭവൻ കെട്ടിടം ഭാഗികമായി തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി കടപ്പുറം മത്സ്യഭവനിൽ സ്ഥിരമായിട്ട് ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാലം ഇത്രയായിട്ടും കടപ്പുറം മത്സ്യഭവനിൽ ഒരു ഉദ്യോഗസ്ഥനെയും നിയമിച്ചിട്ടില്ല. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ പഞ്ചായത്ത്. പഞ്ചായത്തിൽ മത്സ്യഭവൻ കെട്ടിടമുണ്ടായിട്ടും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഫിഷറീസ് ഓഫീസിൽ പോയിട്ടാണ് കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും വാർഷിക ഗഡുക്കളും സമ്പാദ്യ സമാശ്വാസ പദ്ധതിക്ക് വേണ്ട ഗഡുക്കളും അടക്കുന്നത്. മാത്രമല്ല, ഉപയോഗശൂന്യമായി കിടക്കുന്ന മത്സ്യഭവൻ പരിസരം കാടുപിടിച്ചു കിടക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പും ഇടപെട്ട് കടപ്പുറം മത്സ്യഭവനിൽ അടിയന്തരമായി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗപ്രദമാക്കണമെന്നും മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖലി ആവശ്യപ്പെട്ടു. കടപ്പുറം ഗ്രാമപഞ്ചായത്തും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കൂടി പണി കഴിപ്പിച്ച മത്സ്യഭവൻ കെട്ടിടമാണ് ഈ കെട്ടിടം. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഈ മത്സ്യഭവനിൽ സ്ഥിരമായിട്ടൊരു ഉദ്യോഗസ്ഥൻ നിയമിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇതുവരെ ഈ മത്സ്യഭവനിൽ ഒരു ഉദ്യോഗസ്ഥൻ നിയമിക്കാൻ സംസ്ഥാന ഗവൺമെന്റോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് മുന്നോട്ട് പോവുകയാണ്.